ഹാജിമാരായ ആളുകൾക്ക് ഹുദിയത്ത് ഇറക്കുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്ന് വ്യക്തമാക്കാം. ഹാജിമാരായ ആളുകൾക്കും ഉദ്ഹിയത്ത് സുന്നത്തുണ്ട്. അവിടെ ഉദ്ഹിയത്ത് നടക്കാറുണ്ട്. അതിനുള്ള സൗകര്യങ്ങളൊക്കെ പലപ്പോഴും അവിടെ ഉണ്ടാവാറുണ്ട്. ഹാജിമാർക്കും അത് സുന്നത്തുള്ള കാര്യമാണ്. അവർക്ക് വേറെയും ചില സുന്നത്തുകളൊക്കെ ഉണ്ട്. പോകുമ്പോൾ ഹദിയ കൊണ്ടുപോകാൻ സുന്നത്തൊക്കെ ഉണ്ട്. അതിൻ്റെ പുറമെ ഉദ്ഹിയത്ത് അവർക്കും സുന്നത്തുണ്ട്. എന്ന് മാത്രമല്ല, മക്കയിൽ വെച്ചുകൊണ്ട് ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്കൊക്കെ, ഹറമിൽ വെച്ചുകൊണ്ട് ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ, അതിനൊക്കെ 1,00,000 പ്രതിഫലം ലഭിക്കുമെന്നൊക്കെ ആണ് നമ്മുടെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നടക്കുന്നതിനേക്കാൾ 1,00,000 മറവിൻ്റെ പ്രതിഫലം അവിടെ വെച്ചുകൊണ്ട് നടത്താൽ ആ പുണ്യം കൂടി കിട്ടും. അപ്പോൾ ഹജ്ജിന് പോയ ആളുകൾക്കൊക്കെ അത് ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ അവർക്ക് അവിടെ അറുത്ത് കഴിഞ്ഞാൽ വലിയ ഉപകാരമാണ്. മാത്രമല്ല, അവിടെ പലപ്പോഴും ഹാജിമാരാകുന്ന ആളുകളും മറ്റൊക്കെ വരുന്ന ആളുകൾക്കിടയിൽ ഇത് വലിയ ഉപകാരപ്പെടുകയും ചെയ്യും. ഈ പിന്നെ ഭക്ഷണത്തിനും മറ്റൊക്കെ അവിടെ യഥേഷ്ടം ഭക്ഷണം കിട്ടാത്തൊരു സാഹചര്യമാണല്ലോ ആ സമയത്തുണ്ടാവുക. അപ്പോൾ ഈ ഒതുഹ്യത്തിൻ്റെ മാംസങ്ങളും മറ്റൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് വലിയ ഉപകാരപ്പെടുന്ന ഒരവസ്ഥ കൂടിയാണ് പെരുന്നാളിൻ്റെ അന്നും പിറ്റേന്നുള്ള സമയങ്ങളിലൊക്കെ. അപ്പോൾ അത് ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് അവിടെ അവസരമുണ്ട്. അത് പ്രത്യേകം സുന്നത്ത് തന്നെ, അവർക്കും പ്രത്യേകം സുന്നത്ത് തന്നെയാണ്.